ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലും നിങ്ങളെ ഓൺലൈൻ ക്ലാസ് എടുത്തതിനെ കാട്ടിൽ സന്തോഷമായിട്ടാണ് ഈ ക്ലാസ്സിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ 2 ക്ലാസ്സും നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ നോട്ടൊക്കെ കറക്റ്റായിട്ട് എഴുതി എനിക്ക് സെൻഡ് ചെയ്തു. ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ്. ഇപ്പം എനിക്ക് നിങ്ങളെ പരിചയമുള്ള പോലെ തന്നെയാണ് തോന്നുന്നത്. ഇത്രയും ദിവസം എനിക്ക് പരിചയമില്ലാത്ത ആരെയോ എന്തോ പഠിപ്പിക്കുന്ന മട്ടിലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. കുറേ കുട്ടികളുടെ പേരറിയാം, അതിൽ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആണെന്നറിയാം. അങ്ങനെ എനിക്ക് നിങ്ങൾ നേരിട്ട് അറിയാം. പിന്നെ വാട്സാപ്പിൽ കൂടെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളെ അറിയാവുന്ന മട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ നന്നായിട്ട് എനിക്ക് എൻ്റെ ക്ലാസ് വാച്ച് ചെയ്തിട്ട് നോട്ടൊക്കെ എഴുതി ഭംഗിയായിട്ട് ഡയഗ്രാമൊക്കെ വരച്ച് നിങ്ങളത് പഠിച്ച പോലെ തന്നെ എനിക്ക് എഴുതി തന്നെ. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. താങ്ക് യു, നിങ്ങളോട് എല്ലാവരോടും ഞാൻ താങ്ക് യു പറയുകയാണ്. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ പഠിത്തം നമുക്ക് രസകരമാക്കാം. ഞാൻ വിചാരിച്ചേക്കുന്ന ഓൺലൈൻ പഠിത്തം ഭയങ്കര ബോറായിരിക്കും എന്നാണ്. ഇപ്പം എനിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ വരാനായിട്ടൊരു താല്പര്യമുണ്ട്. നിങ്ങൾക്കും എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ആ നോട്ടിലൊക്കെ നല്ലോണം ക്ലാസ് വാച്ച് ചെയ്തിട്ട് തന്നെ എഴുതിയ പോലെ തന്നെയുണ്ട്. അതുകൊണ്ട് താങ്ക് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ എടുക്കുവാണ്. കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ച? നെഫ്രോൺ പഠിച്ചു അല്ലേ? നെഫ്രോൺ പഠിച്ചു. നെഫ്രോണിന്റെ സാധനങ്ങൾ, നെഫ്രോൺ അടുത്ത സ്റ്റേജ് യൂറിൻ ഫോർമേഷൻ ആണ്. അപ്പൊ നെഫ്രോണിന്റെ സ്ട്രക്ചർ നല്ലോണം അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതെല്ലാം ക്ലാസ്സിൽ കണ്ട് നോട്ട് എഴുതി വായിച്ചു എനിക്ക് സെൻഡ് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. കിഡ്നി ഈസ് ഫോംഡ് ഓഫ് മില്യൺസ് ഓഫ് മൈക്രോസ്കോപ്പിക് ട്യൂബ്യൂൾസ്. ആ ട്യൂബ്യൂളിന്റെ പേരാണ് നെഫ്രോൺ. ആ നെഫ്രോണിന്റെ തുടക്കത്തിൽ നമ്മൾ അടിക്കാൻ പോവുക. ഈ ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ് ഇതിനകത്തോട്ട് കയറി വരുന്നിട്ടുണ്ട്. നെഫ്രോണിനകത്തോട്ട് കയറി വരികയാണ്. ആ ഇംപ്യൂർ ബ്ലഡും കൊണ്ട് വരുന്ന നെഫ്രോണിനകത്തോട്ട് കയറി വരുന്ന ബ്ലഡ്, സ്മോൾ ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് അഫറന്റ് ആർട്ടീരിയോൾ. അപ്പം നെഫ്രോണിന്റെ ഇതൊരു അരിപ്പയ്ക്കകമെന്ന് വിചാരിക്കാം. അരിപ്പയ്ക്കകം ഇതിന് പറയുന്ന ബോമൻസ് ക്യാപ്സ്യൂൾ. ഇതിനകത്തോട്ട് ബ്ലഡ് വരിക, ഇംപ്യൂർ ബ്ലഡ് കൊണ്ട് വരുവാണ്. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫിൽട്രേഷൻ നടക്കുക. ഇതിന്റെ ബേസ്മെന്റ് മെമ്പറിൻ, അതിന്റെ ഇവിടെയായിട്ട് ഫുഡ് സെൽസും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇനി ഇതിനകത്തൂടെ എങ്ങനെയാണ് ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡിൽ നിന്ന് യൂറിൻ ഉണ്ടാക്കണം. ദാറ്റ് ഈസ് ദ യൂറിൻ ഫോർമേഷൻ. അത് 3 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്ലോമറുലർ ഫിൽട്രേഷൻ. ഗ്ലോമറുലസ് എന്തുവാ? ഇതിനകത്തോട്ട് കയറുന്ന ബ്ലഡ് വെസല് ഇതിനകത്തോട്ട് കയറിയിട്ട് അഫറന്റ് ആർട്ടീരിയോൾ ബ്രേക്സ് അപ്പ് ഇൻടു കാപ്പിലറീസ് ആൻഡ് ഫോമിങ് എ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. ഇതിനകത്ത് ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഇങ്ങനെ ഫോം ചെയ്യുക. അപ്പോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെടിയുണ്ടോ? ചെടി ഇടയ്ക്കൊരു വർത്തമാനം പറയാന്ന് വിചാരിച്ചതാ. ചെടിയുണ്ടോ? ചെടി ആരും ഒന്നും മിണ്ടുന്നില്ല. ചെടി നനയ്ക്കാറുണ്ടോ? ചെടി നനയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ചെടി നനയ്ക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ട? ഹോസ് വേണം. ഹോസ് ഇങ്ങനെ വെച്ച് നനയ്ക്കുവാണെങ്കിൽ വെള്ളം ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഹോസാന്ന് വെച്ചാൽ ഹോസിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകും. പക്ഷെ ആ ഹോസിൽ കൂടെ ഇങ്ങനെ പ്രഷറിൽ വരണമെങ്കിൽ നമ്മൾ ഒരു കപ്ലിംഗ് റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെക്കും. ഇങ്ങനെ ഒരു ഹോസ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത് അതിനെക്കാട്ടിലും ഡയമീറ്റർ പറഞ്ഞൊരു സാധനം ഇങ്ങനെ വെക്കും. കണ്ടിട്ടുണ്ടോ? അങ്ങനെ വെക്കുവാണെങ്കിൽ ഈ ഹോസിൽ കൂടെ വരുന്ന വെള്ളം നല്ല പ്രഷറിൽ ഇങ്ങനെ ചെടിയുടെ അടുത്തോട്ട് പോകും. നമുക്ക് ചെടിയുടെ അറ്റത്തോട്ട് പോകണം. ഇവിടെ നിന്ന് നമുക്ക് ആ ചെടീനെ ഒഴിക്കാൻ പറ്റും കപ്ലിംഗ് റെഡ്യൂസർ വെച്ച്. അപ്പൊ അതെന്താണെന്നറിയാവോ? ഇതിൽ കൂടെ വരുന്ന ബ്ലഡ് വെസലിന്റെ ഡയമീറ്റർ ഇങ്ങനെ കുറയും തോറും ആ അകത്തൂടെ പോകുന്ന ഫ്ലൂയിഡില് പ്രഷർ കൂടും. പ്രഷർ ഇങ്ങനെ കൂട്ടാൻ പറ്റും നമുക്ക്.
വെസലിന്റെ ഡയമീറ്റർ കുറയ്ക്കും തോറും കുറയ്ക്കും തോറും അകത്തൂടെ പോകുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടി വരും. അപ്പോ ഈ വെസല് ഇതിനകത്തോട്ട് കയറുമ്പം കുഞ്ഞായി വരാൻ നേരത്ത് ആ കുഞ്ഞിനകത്തൂടെ പോകുന്ന the blood flows at a high pressure. ആ ബ്ലഡ് ഭയങ്കര പ്രഷറിലായിരിക്കും അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഈ ഗ്ലോമറുലസിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് at a high pressure. When the blood flows through the glomerulus at a high pressure, ആ നല്ല പ്രഷറിൽ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാവോ? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഗ്ലോമറുലസ് ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്, എന്തുവാ ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറഞ്ഞ പോലെ ഈ ഗ്ലോമറുലസും ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. ഒരു വെള്ളം നിറച്ച സ്പോഞ്ച് ഒരു കപ്പിനകത്ത് ഇങ്ങനെ വെച്ചേക്കുവാന്ന് വെച്ചോ. ഒരു കപ്പിനകത്ത് ഒരു വെള്ളം നിറച്ച സ്പോഞ്ച് കഷ്ണം ഇങ്ങനെ വെച്ചേക്കുക. നമ്മൾ അതിലൊന്നും ഞെക്കുവാണെങ്കിൽ, അതിലോട്ടൊന്നും ഞെക്കിയാൽ എന്ത് പറ്റുമെന്ന് അറിയാവോ? ആ വെള്ളം എല്ലാം കൂടി കപ്പിന്റെ അകത്തോട്ട് വരും. ആണോ പിള്ളേരെ? വെള്ളം എല്ലാം കൂടെ ഒരു കപ്പ്, ആ കപ്പിനകത്ത് വെള്ളം സോക്ക് ചെയ്തൊരു സ്പോഞ്ച് വെക്കുക. എന്നിട്ട് അതിനിട്ട് ഞാനൊന്ന് ഞെക്കുവാണെങ്കിൽ ആ വെള്ളം കപ്പിന്റെ അകത്തോട്ട് വരും. അതേപോലെ തന്നെ ഇവിടെ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഗ്ലോമറുലസ് അറ്റ് എ ഹൈ പ്രഷർ. ഇവിടെ ഒരു പ്രഷർ കൊടുക്കുമ്പം ഇതിനകത്തുള്ള most of the fluid and some of the dissolved substances are filtered from the glomerulus into this space. This space is called, class ആണെങ്കിൽ question ചോദിക്കാം. This space is called capsular space. The space inside the cup is called capsular space. അപ്പൊ അകത്തുള്ള ഗ്ലോമറുലസിൽ ഇങ്ങനെ നല്ല പ്രഷറിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന കാരണം അതിനകത്തൊന്നുള്ള മിക്ക സാധനങ്ങളും വെളിയിൽ ചാടിപ്പോകും. ആ കപ്പിനകത്തുള്ള സ്പേസിനകത്തോട്ട് വരും. അപ്പൊ ഈ ഇൻസൈഡ് ദ കപ്പ് നൗ ദർ ഇസ് എ ഫ്ലൂയിഡ് ആൻഡ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് ഗ്ലോമറുലസ് എന്നാണ് വെളിയിൽ ചാടി. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. Glomerular filtrate. This filtration is also known as ultrafiltration. Glomerular filtration is also known as ultrafiltration, taking place in the glomerulus അല്ലെങ്കിൽ in the Bowman's capsule. Where this artery breaks up into capillaries. As a result, the blood flows in the glomerulus at a high pressure, and the blood flows as the blood flows through the glomerulus at a high pressure. Most of the fluids and some of the dissolved substances are filtered out from the glomerulus into this space. And this space is called a capsular space. The space inside the cup is called a capsular space. Capsular space now a fluid is formed. That fluid is called glomerular filtrate or primary urine. Urine the first stage ആണ് ഇവിടെ നടക്കുന്നത്. Primary urine അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന glomerular filtrate. Glomerular filtrate ഇപ്പൊ ഈ കപ്പിന്റെ അകത്ത് കിട്ടി. And this glomerular filtrate in the composition is same as that of the plasma. Blood plasma പോലെ തന്നെ ഏകദേശം ഇരിക്കുന്നത്. ബ്ലഡ് പ്ലാസ്മയുടെ പോലെ ഇരിക്കും. ബ്ലഡിനകത്ത് രണ്ടു തരം സംഭവങ്ങളുണ്ട്. ഫ്ലൂയിഡ് പാർട്ടും ഉണ്ട്, ബ്ലഡ് സെൽസും എന്താ പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ഈ ബ്ലഡ് സെൽസിനെയും പ്ലാസ്മ പ്രോട്ടീൻസിനെയും ഇപ്പൊ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ ഇത് വെസലാണ്. ഇതിനകത്തുനിന്ന് ഈ മെംബ്രെയിൻ ദാറ്റ് ഇസ് ദ എൻഡോത്തീലിയം. ഈ എൻഡോത്തീലിയം സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ഇതിനകത്തുനിന്ന് ബ്ലഡ് സെൽസിനെ വെളിയിലോട്ട് പോകാൻ ഇവർ അനുവദിക്കത്തില്ല. ബ്ലഡ് സെൽസിനെയും പ്ലാസ്മ പ്രോട്ടീൻസിനെയും ഒന്നും വെളിയിലോട്ട് പോകാനായിട്ട് ദിസ് മെംബ്രെയിന് അനുവദിക്കത്തില്ല. This membrane is impermeable to blood cells and plasma proteins. These endothelial cells are impermeable to blood cells and plasma proteins. അപ്പൊ എത്ര നമ്മൾ പ്രഷർ കൊടുത്താലും പെട്ടെന്ന് ചാടി വെളിയിൽ പോകുന്നവരെ പോകുള്ളൂ. ബ്ലഡ് സെൽസും പ്ലാസ്മ പ്രോട്ടീൻസ് ഒന്നും വെളിയിൽ പോകത്തില്ല. ആൻഡ് hence this glomerular filtrate is devoid of blood cells and plasma proteins, but they contain most of the constituents of the blood plasma. ബ്ലഡ് പ്ലാസ്മയ്ക്കകത്തുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് കാണും ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ. ആൻഡ് ദിസ് ഇസ് ഓൾസോ നോൺ ആസ്
പ്രൈമറി യൂറിൻ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് നമുക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങളും എല്ലാം വെളിയിൽ പോയി. എന്തൊക്കെയാണെന്നറിയാവോ? ഷുഗർ വെളിയിൽ പോയി, അമീനോ ആസിഡ്സ്, വൈറ്റമിൻസ്, ഇനോർഗാനിക് സാൾട്ട്, അതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് കളയേണ്ട യൂറിയ, യൂറിക് ആസിഡും എല്ലാം തന്നെയുണ്ട്. അപ്പൊ അതിനെ നമുക്കൊരു യൂറിൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെയാണെങ്കിൽ ദിസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഈസ് എ നോൺ സിലക്റ്റീവ്. നോൺ സെലക്റ്റീവ് ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. ഒരു തരത്തിലുള്ള സെലക്ഷനും അവിടെ നിന്നില്ല. എന്തോ പ്രഷർ കൊടുത്തപ്പോ കുറെ പേര് ചാടി വെളിയിൽ പോയി, അത്രേ അവിടെ നടന്നിട്ടുള്ളൂ. ഇറ്റ് ഇസ് എ നോൺ സെലക്റ്റീവ് പ്രഷർ ഫിൽട്രേഷൻ. നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രഷർ കൊടുത്തിട്ട് ഒരു പ്രഷർ ഫിൽട്രേഷൻ ആണ് ഇവിടെ നടന്നേക്കുന്നത്. It is a non-selective passive pressure filtration taking place in the glomerulus, and hence the filtrate thus formed is called a glomerular filtrate. ഇവിടെ ആകെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്ലഡ് വെസല് അതിനകത്തോട്ട് കയറിയപ്പം ബ്രേക്സ് അപ്പ് ഇൻ ടു smaller and smaller capillaries. As a result, the pressure inside the pressure exerted by the blood vessels over the blood wall is increasing. As a result, the blood flows in the glomerulus at a high pressure. As a result, most of the water, most of the fluid part, and some of the dissolved salts and glucose etc. are filtered from the vessel into the capsular space. And now the filtrate is present in the ഈ capsuleനകത്ത് glomerular filtrateനകത്ത് ഇരിക്കുക. ഫിൽട്രേറ്റിന്റെ അകത്ത് ഇപ്പൊ ഈ കപ്പിന്റെ അകത്ത് നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനെ കിട്ടി. ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ദ ബ്ലഡ് പ്ലാസ്മ. This arteriole enters into the Bowman's capsule, breaks up into capillaries. Capillaries എന്ന് പറയുമ്പോൾ തന്നെ ഈ ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ ഇങ്ങനെ കുറഞ്ഞ് ചേർന്ന് സ്മോളർ ആൻഡ് സ്മോളർ വെസലായിട്ട് മാറുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനകത്തൂടെ വരുന്ന ബ്ലഡ് ഈ ചെറിയ കാപ്പിലറീസ് കൂടെ പോകുമ്പോൾ അറ്റ് ഹൈ പ്രഷർ ഫ്ലോസ് അറ്റ് ഹൈ പ്രഷർ. ആൻഡ് വെൻ the blood flows through the glomerulus at a high pressure, most of the fluid part and some of the dissolved substances are filtered from the blood capillaries into the capsular space. Capsular space എന്ന് വെച്ചാൽ ആ കപ്പിന്റെ അകത്തുള്ള സ്പേസിനെയാണ് പറയുന്നത് capsular space. ആ കപ്പിന്റെ അകത്ത് നമുക്ക് കിട്ടി. ആ ഫ്ലൂയിഡ് ഇസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് അല്ലെങ്കിൽ പ്രൈമറി യൂറിൻ എന്ന് പറയും. അത് അതിന്റെ കോമ്പോസിഷൻ ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ബ്ലഡ് പ്ലാസ്മ. ബ്ലഡ് പ്ലാസ്മയുടെ പോലെ തന്നെ ഇരിക്കും, എക്സെപ്റ്റ് ദാറ്റ് ഇസ് ഡിവൈഡ് ഓഫ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസും പ്ലാസ്മ പ്രോട്ടീൻ ഒന്നും കാണത്തില്ല. ബിക്കോസ് ദ ബ്ലഡ് വെസലിന്റെ മെംബ്രെയിൻ, ദ എൻഡോത്തീലിയൽ, ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ദിസ് മെംബ്രെയിൻ ഇസ് selectively permeable and it is impermeable to blood cells and plasma protein. blood cells ഉം plasma proteinും എത്ര പ്രഷർ കൊടുത്താലും വെളിയിലോട്ട് പോകത്തില്ല. അതുകൊണ്ട് അവരൊക്കെ ഇതിന്റെ അകത്ത് തന്നെ നിൽക്കും. അതല്ലാതെ ഈ പ്രഷർ കൊടുത്തപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വെളിയിലോട്ട് ഇങ്ങനെ ചാടിപ്പോകും. അതെന്തുവെന്നറിയാവോ? എന്താ പറയുന്നത്, വാട്ടർ, അമിനോ ആസിഡ്സ്, ഷുഗർ, അതുപോലെ തന്നെ ഇത് ഈ ഇമ്പ്യൂരിറ്റീസും കൊണ്ടാണ് വന്നേക്കുന്നത്. യൂറിയം, യൂറിക് ആസിഡും എല്ലാം തന്നെ വെളിയിൽ പോകുന്നുണ്ട്. അതിന്റെ നോൺ സെലക്റ്റീവ് പ്രഷർ ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ദ ഫിൽട്രേറ്റ് ദസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ capsular space is called glomerular filtrate. ഇതിന് വേണമെങ്കിൽ പ്രൈമറി യൂറിൻ എന്ന് പറയും. അത് ശരിക്കും യൂറിൻ ഒന്നും അല്ല, ഒരു ബ്ലഡ് പ്ലാസ്മയുടെ കോമ്പോസിഷൻ തന്നെയാണ്. ഇറ്റ് കണ്ടെയ്ൻസ് sugar, amino acid, most of the essential constituents like sugar, amino acid, vitamins, inorganic salts. അതിനോടൊപ്പം തന്നെ വേസ്റ്റ് മെറ്റീരിയലും കൊണ്ടായി ഇതിനകത്തുകൂടെ ബ്ലഡ് ഇങ്ങനെ വന്നേ. അപ്പൊ യൂറിയം, യൂറിക് ആസിഡും എല്ലാം തന്നെ വെളിയിലോട്ട് ചാടി. അപ്പൊ ഇപ്പം കാപ്സുലാർ സ്പേസിനകത്ത് glomerular filtrate ഇരിക്കുക. glomerular filtrate is now ready inside the capsular space.
And the first stage of urine formation is called glomerular filtration or ultrafiltration, and the fluid thus obtained is called glomerular filtrate or primary urine, and composition is similar to that of blood plasma, devoid of blood cells and plasma proteins, and it contains most of the essential constituents like sugar, amino acids, inorganic salts. അതിനോടൊപ്പം തന്നെ എന്താ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് യൂറിയ, യൂറിക് ആസിഡ് അവരെല്ലാവരും തന്നെ ഉണ്ട്. പക്ഷെ നമുക്കിത് യൂറിനാണെന്ന് പറഞ്ഞിട്ട് കളയാനും പറ്റത്തില്ല. അതിന് ഇനി അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ വരെ എത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പം കപ്പിനകത്തിരിക്കുമല്ലേ, ഈ കപ്പിന്റെ അകവശം ഇവിടെ ഈ കപ്പിനകത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഇതിനകത്താണ് എന്താ പറയുന്ന ആ സെൽസ് ഇരിക്കുന്ന ഫുഡ് സെൽസ് ഒക്കെ ഇങ്ങനെ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. ദാറ്റ് സ്പേസ് ഇസ് കോൾഡ് ഫിൽട്രേഷൻ സ്ലിറ്റ്. ആ സ്ലിറ്റ് ഉള്ള കാരണം ഇവർക്ക് ഇത് ഇങ്ങോട്ട് ചാടാൻ പറ്റും. ഈ സ്ലിറ്റിൽ കൂടെ ഇങ്ങോട്ട് ആ ബേസ്മെന്റ് മെമ്പറൻസ് ഈ ഫുഡ് സെൽസ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ബേസ്മെന്റ് മെമ്പറൈനിലാണ്. ആ ബേസ്മെന്റ് മെമ്പറൈൻ എക്സീഡിംഗ്ലി തിൻ ആയിട്ടുള്ള ഒരു മെമ്പറൈനാണ്. അതിൽ കൂടെ വളരെ റെസിസ്റ്റൻസ് കുറവാണ് ഇവർക്ക് ഇങ്ങോട്ട് പോരാനായിട്ട്. പ്ലാസ്മ മെമ്പർ ഈ ഫുഡ് സെൽസിന്റെ ഇടയ്ക്ക് പോഴ്സ് ഉണ്ട്. അത് ആ ഫുഡ് സെൽസ് അറ്റാച്ച് ചെയ്തേക്കുന്ന ബേസ്മെന്റ് മെമ്പറൈന് വെരി തിന്നാണ്, പോറസ് ആണ്, എക്സീഡിംഗ്ലി തിൻ ആൻഡ് പോറസ് ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ഫ്ലൂയിഡിന് ഇതിനകത്തൂടെ ഇങ്ങോട്ട് പോരാൻ പറ്റും. അപ്പൊ ഈ ഇവരിങ്ങോട്ട് പോരുക. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, എന്നിട്ട് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോരുക. ഈ നമ്മൾ കണ്ടേക്കുന്ന അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളൊക്കെ ഉണ്ട്. അതിൽ കൂടി ഇങ്ങനെ ഒഴുകാൻ പോവുക. ഈ കപ്പിനകത്ത് കിട്ടിയിരിക്കുന്ന ഫിൽട്രേറ്റ് അടുത്ത സ്റ്റേജിലോട്ട് കടക്കുകയാണ്. അത് ആ ട്യൂബുലാർ പാർട്ടി കൂടി ഇങ്ങനെ ഒഴുകാനായിട്ട് തുടങ്ങുന്നത്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ്. ദാറ്റ് ഇസ് കോൾഡ് ട്യൂബുലാർ സെക്രീഷൻ. സെക്കൻഡ് സ്റ്റേജ് ഇസ് കോൾഡ് ട്യൂബുലാർ സെക്രീഷൻ. Sorry, tubular reabsorption. Tubular reabsorption എന്ന് വെച്ചാൽ ഇവിടെ റീഅബ്സോർപ്ഷൻ നടക്കണം. ഇതൊരു എസെൻഷ്യൽ സ്റ്റേജ് ആണ്. എന്ന് വെച്ചാൽ ഇത് യൂറിൻ അല്ല, യൂറിൻ ഫോം ചെയ്യാൻ പോകുമ്പോ എല്ലാം ഈ വന്നേക്കുന്ന ഇതിൽ കൂടെ പോകുമ്പോ ഇതിനകത്തൂടെ പോകുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. എസെൻഷ്യൽ ആയിട്ട് ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ യൂറിനായിട്ട് റീനൽ ട്യൂബുകളിൽ കൂടെ താഴത്തോട്ട് പോവുക. പക്ഷെ അങ്ങനെ വിടാൻ പറ്റത്തില്ല. അത് ശരിയല്ല. അപ്പൊ അത് കാരണം അതിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂവൻസിനെ റീഅബ്സോർബ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ട്യൂബിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ട്യൂബാണ്. ഈ ട്യൂബിന്റെ വാൾ ഈസ് ലൈൻഡ് ബൈ എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഒരു ഒറ്റ ലെയറേ ഉള്ളൂ ഇവിടെ ഈ സെൽസുകൾക്ക്. ഈ ട്യൂബിന്റെ wall is lined by a single layer of cells and it is in close association with the surrounding peritubular. ഇതിന്റെയൊക്കെ ചുറ്റുപാടും എന്തോന്നറിയാവോ, ബ്ലഡ് കാപ്പിലറീസ്. നമ്മളിങ്ങനെ പഠിച്ചായിരുന്നു, അതിന്റെ ചുറ്റും ഇങ്ങനെ കാപ്പിലറീസ് ഉണ്ട്. നമ്മൾ പഠിച്ചില്ല ഇങ്ങനെ പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി, ഇങ്ങനെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ്. ഇതിന്റെ എല്ലാം ചുറ്റും എന്തുള്ള ബ്ലഡ് വെസൽസ് ഇങ്ങനെ ചുറ്റി ഇരിക്കുക. അപ്പോ ഈ ഇതിൽ കൂടെ ഈ ഫിൽട്രേറ്റ് glomerular filtrate, as the glomerular filtrate passes through the renal tubules, most of the constituents are reabsorbed into the blood present in the capillaries. അതിന്റെ തൊട്ടടുത്തുകൂടി ഇങ്ങനെ കാപ്പിലറീസ് പോവുക. അപ്പൊ നോക്കാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൂടെ യൂറിൻ ട്യൂബിൽ കൂടെ പോകുന്നു.
ഈ യൂറിൻ ട്യൂബിലൂടെ യൂറിനായിട്ട് പോകാമോ എങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലഡ് വെസൽ ഇതിനകത്തുള്ള ബ്ലഡ് വെസൽസ് ഈ പോകുന്ന ആളിൽ നിന്ന് തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിക്കുന്നതുകൊണ്ടാണ് ഇതിനെ പറയുന്ന റീഅബ്സോർപ്ഷൻ. അത് എവിടെ നടക്കുന്ന ട്യൂബിൽ കൂടെ പോകുന്ന ഫിൽട്രേറ്റ് ചെയ്യുന്ന ആവശ്യമുള്ള സാധനങ്ങളെ തിരിച്ചു പിടിക്കുക. അതുകൊണ്ട് ദിസ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് യൂറിൻ ഫോർമേഷൻ ഈസ് കോൾഡ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. ട്യൂബിൽ കൂടെ പോകുന്ന ഫിൽട്രേറ്റ് ചെയ്യുന്ന ആവശ്യമുള്ള സാധനങ്ങൾ പോവല്ലേ, ഞങ്ങൾക്ക് വേണേന്ന് വെച്ചാൽ തിരിച്ച് ബ്ലഡിലോട്ട് തന്നെ തിരിച്ചു പിടിക്കുക. അപ്പൊ എന്തുമില്ല, തൊട്ടടുത്ത് തന്നെ ബ്ലഡ് വെസൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ റീനൽ ട്യൂബ്യൂൾ ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ അടുത്തൂടെ തന്നെ ബ്ലഡ് വെസൽ ഇത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ ബ്ലഡ് വെസലിലോട്ട് ഇവിടുന്ന് ഓസ്മോസിസോ അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള ഡിഫ്യൂഷനോ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് വഴി ഈ ഫിൽട്രേറ്റിനുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമായ സാധനങ്ങൾ ലൈക്ക് അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഷുഗർ, ഇൻഓർഗാനിക് സോൾട്ട് അതിനെയൊക്കെ തിരിച്ചു പിടിക്കും. പിന്നെ വാട്ടറൊക്കെ മൊത്തം പോയാൽ എങ്ങനെ ശരിയാവും? നമ്മുടെ ബോഡിക്ക് ഡീഹൈഡ്രേഷൻ വരും. അപ്പൊ അത് കാരണം some of the constituents are partially reabsorbed, some are completely reabsorbed, some are not reabsorbed. അപ്പൊ പലതരത്തിലാണ് അവിടെ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ എന്തുതരം ഫിൽട്രേഷൻ നടന്ന പിള്ളേരെ? ഇവിടെ നടന്നത് നോൺ സിലക്റ്റീവ് ആണ്. ഇവിടെ ഒരു നോൺ സിലക്റ്റീവ്, ഇവിടെ നോക്കി കണ്ടുവൊന്നുമല്ല, ചുമ്മാ ഒരു ഞെക്ക് കൊടുത്തു വെച്ചു, അല്ലെങ്കിൽ ഒരു പ്രഷർ കൂട്ടി കൊടുത്തു. പ്രഷർ കൂട്ടി കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു തരത്തിലുള്ള പ്രഷർ ഫിൽട്രേഷൻ ആണ്, നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഫിൽട്രേഷൻ ആണ് ഇവിടെ നടന്നത്. പക്ഷെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ നടന്നത് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഫിൽട്രേഷൻ ആണ് നടന്നേക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ, സിലക്റ്റീവ് ആയിട്ടുള്ള ഫിൽട്രേഷൻ. അവിടെ സിലക്റ്റീവ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് ആസ് ദ ഫിൽട്രേറ്റ് പാസസ് ത്രൂ ദ റീനൽ ട്യൂബ്യൂൾ മോസ്റ്റ് ഓഫ് ദ ഒരു 99% തിരിച്ചു പിടിക്കും പിള്ളേരെ. വലിയ കാര്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാക്കിയേക്കുന്നതിൽ ഒരു 99% അയ്യോ ഇത് പോവല്ലേ എന്ന് പറയുന്നത്, അയ്യോ അച്ഛാ പോവല്ലേ, അച്ഛോ അതുപോലെ ഇവര് പറയും അയ്യോ പോവല്ലേ, ഇത് യൂറിനല്ല ഇത് ഉണ്ടാക്കിയേക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പിടിക്കും. അതെന്തൊക്കെയാണെന്നറിയാമോ? നോക്കുമ്പോ അതിനകത്ത് എന്തൊക്കെയുണ്ട്? അമിനോ ആസിഡ്. അയ്യോ അമിനോ ആസിഡ് ഞങ്ങൾക്ക് വേണ്ട, ഷുഗർ ഞങ്ങൾക്ക് വേണ്ട, പിന്നെ ആ സോൾട്ടൊക്കെ എല്ലാം ഒന്നും കൊണ്ടുപോകല്ലേ, സോഡിയം പൊട്ടാസ്യം, സോഡിയം കുറഞ്ഞാൽ ഭയങ്കര കുഴപ്പം. അപ്പൊ അതിനെയൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും. പക്ഷെ ചിലത് ഫുള്ളായിട്ടും പിടിക്കത്തില്ല. കുറച്ച് നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നുള്ള മട്ടിലിരിക്കും. ചിലതിന് റിയോ വേണ്ടേ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നുള്ള മട്ടിലിരിക്കും. അപ്പൊ അവിടെ ഒരു തരത്തിലുള്ള സിലക്റ്റീവ് റീഅബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. മൊത്തമായിട്ട് തിരിച്ചു പിടിക്കുന്നവരെ പറയുന്നത് ഹൈ ത്രെഷോൾഡ് സബ്സ്റ്റൻസസ്. High threshold substances are reabsorbed completely, like sugar, amino acid, vitamins, അല്ലെങ്കിൽ certain organic salt, inorganic salt, എന്താ പറയുന്നത്, സോഡിയം പൊട്ടാസ്യം അവരൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും തിരിച്ചു പിടിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പിടിക്കുന്ന സബ്സ്റ്റൻസസ് ആർ കോൾഡ്, certain substances are reabsorbed completely. Such substances are called high threshold substances, whereas certain substances are not reabsorbed. Such substances are called low threshold substances like urea, uric acid. അങ്ങനെ വേസ്റ്റിനെ ഒന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കുമെന്ന് പറയും. അങ്ങനെ അപ്പൊ ഇവിടെ ഒരു സെക്കൻഡ് സ്റ്റേജ് നടക്കുന്നത് ഒരു സിലക്റ്റീവ് പ്രോസസ്സും ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത് നോൺ സിലക്റ്റീവ് പ്രോസസ്സും ആണ്. ഇവിടെ ആണെങ്കിൽ ഈ റീനൽ ട്യൂബ്യൂളിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസേ ഉള്ളൂ. അതിനോട് അടുത്ത് തന്നെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അതുപോലെ ഈ സിംഗിൾ ലെയർ ഓഫ് സെൽസിന്റെ അറ്റം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇരിക്കും. ഓരോ സെല്ലും ഇങ്ങനെ വന്നിട്ട് ധാരാളം മൈക്രോവില്ലേജ് ആണ്. എന്നിട്ട് അതിന്റെ അടുത്തൂടെയാണ് ഈ ബ്ലഡ് കാപ്പിലറീസ് പോകുന്നത്. ഈ മൈക്രോവില്ലേജ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഫോർ ഇൻക്രീസിംഗ് ദ റീഅബ്സോർപ്ഷൻ. ഈ റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ദിസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം
which form the wall of the renal tubule are provided with numerous microvilli which increases the surface area for increased reabsorption. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഇത് ഇങ്ങനെ കാവിറ്റിയാണ്, ഇതാണ് കാവിറ്റി. കാവിറ്റി കൂടി ഇങ്ങനെ പോകാൻ നേരത്ത് ഇത് ഇവിടെ ഇങ്ങോട്ട് അങ്ങ് റീഅബ്സോർബ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ ബ്ലഡ് ആവുള്ള, ഈ ബ്ലഡിലോട്ട് റീഅബ്സോർപ്ഷൻ നടക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിലക്റ്റീവ് ആയിട്ടാണ്. ചിലരെ മൊത്തമായിട്ട് പിടിച്ചെടുക്കും, ചിലര് വേണ്ട വേസ്റ്റ് അല്ല മിക്കോട്ടെ, പക്ഷെ ചിലര് കുറച്ചൊക്കെ പിടിച്ചു വെക്കും. വാട്ടറിനല്ല, ആവശ്യത്തിന് വേണ്ടി യൂറിൻ ഫോം ചെയ്യണമെങ്കിൽ വാട്ടർ വേണമല്ലോ, അപ്പൊ കുറച്ച് വാട്ടറൊക്കെ പിടിച്ചു വെക്കും. ഇനി അതിന്റെ സെലക്ഷൻ നമുക്ക് വേറെ ഹോർമോണൽ കൺട്രോൾ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ ആ സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞു. Third step is called tubular secretion. Tubular secretion. അപ്പോ ഈ ട്യൂബിൽ കൂടെ ഇങ്ങനെ ഫിൽട്രേറ്റ് പോയിക്കൊണ്ടിരിക്കുക. ട്യൂബിന്റെ തൊട്ട് വെളിയിൽ നിറച്ചും കാപ്പിലറീസ് ഇങ്ങനെ ചുറ്റുമണഞ്ഞ് അവരെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടിരിക്കുക. ട്യൂബിനകത്തൂടെ ഇങ്ങനെ ഫിൽട്രേറ്റ് പോകുമ്പം ബ്ലഡ് പറയും, അയ്യോ ഇത് കൊണ്ടുപോകല്ലേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ യൂറിനായിട്ട് പോകാവുള്ളൂ എന്നിട്ട് അവർ കുറേ സാധനങ്ങൾ തിരിച്ചു പിടിക്കും. ആ തിരിച്ചു പിടിക്കുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസസും ലോ ത്രഷോൾഡ് സബ്സ്റ്റൻസസും ചിലരെ പാർഷ്യലായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി ഇങ്ങനെ യൂറിനായിട്ട് ഫൈനൽ അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ ഉണ്ടാക്കിയേക്കുന്ന സെക്കൻഡ് സ്റ്റേജ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞുണ്ടായേക്കുന്ന ഫ്ലൂയിഡിനെ പറയുന്നത് സെക്കൻഡറി യൂറിൻ എന്ന് പറയും. അപ്പൊ സെക്കൻഡറി യൂറിന് ആയിട്ട് ഇങ്ങനെ യൂറിൻ ഇങ്ങനെ പോയി വെളിയിലോട്ട് പോകാനായിട്ട് പോവുക. ഇങ്ങനെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ലൂപ്പ് ഓഫ് ഹെൻലിയിലും ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് ഓരോ നേരത്തെ അതിന്റെ ചുറ്റുപാടും നിറച്ചും ബ്ലഡ് വെസൽസും കാപ്പിലറീസും ഉണ്ട്. അപ്പോ ഇവരും അവരെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ pH എങ്ങനെയാ, നിങ്ങൾ അസിഡിക് ആയോ, നിങ്ങൾ ആൽക്കലൈൻ ആയോ എന്നൊക്കെ ആ പോകുന്ന യൂറിനും നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അവര് നോക്കാൻ നേരത്ത് ഔട്ട്സൈഡില് ഇവരെ ചുറ്റിക്കിടക്കുന്ന ബ്ലഡിനകത്ത് എഗെയിൻ വേസ്റ്റ് മെറ്റീരിയൽ ഇരിക്കുക. അപ്പൊ അവരത് ചോദിക്കും, നിങ്ങളുടെ ബ്ലഡിനകത്ത് ഇവിടത്തെ ഫിൽട്രേഷനും ഈ ഫിൽട്രേഷനും ഒന്നും കൊണ്ട് ശരിയായിട്ടില്ല, എഗെയിൻ നിങ്ങളുടെ ബോഡിക്കകത്ത് നിങ്ങളുടെ ബ്ലഡിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ഞങ്ങളെ കൊണ്ട് കളഞ്ഞോളാന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇവര് മേടിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്, ദാറ്റ് ഈസ് കോൾഡ് ട്യൂബുലർ സെക്രീഷൻ. ഡ്യൂറിംഗ് ദ തേർഡ് സ്റ്റേജ്, ദ ട്യൂബുലർ സെക്രീഷൻ, the extra waste materials present in the blood of the capillaries surrounding the tubular part. ഈ renal tubule ചുറ്റും the renal tubules are surrounded by a series of capillary system. Pericapilar system, vasa recta അവരൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഉള്ള എക്സ്ട്രാ വേസ്റ്റ് മെറ്റീരിയൽ, ഇവിടെ നിന്നൊന്നും പോകാത്ത വേസ്റ്റ് റീഅബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും പിന്നെയും ബ്ലഡിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ലൈക്ക് ഹൈഡ്രജൻ അയോൺസ്, പൊട്ടാസ്യം, ക്രിയാറ്റിൻ, അമോണിയ, അവരെല്ലാം അതിന് ബ്ലഡിൽ നിന്ന് ഈ റീനൽ സെൽസ്, ഈ ട്യൂബുലർ സെൽസ് തിരിച്ചു പിടിക്കുക ഇങ്ങോട്ട്. ആൻഡ് ദിസ് occurs through the tubular cells and hence this stage is called tubular secretion. ഈ റീനൽ ട്യൂബ്യൂളിലെ സെൽസിൽ കൂടെ ഇങ്ങോട്ട് വരിക, ഇവിടെ അല്ല, റീനൽ ട്യൂബ്യൂളിലെ സെൽസിൽ കൂടെ ഇവർ തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. And this movement takes place through the renal cells and tubular cells and hence this stage is called tubular secretion. ഇവര് പിടിച്ചെടുത്തിട്ട് ഈ റീനൽ ട്യൂബ്യൂളിൽ കൂടെ ഇങ്ങനെ ഇതിനകത്തോട്ട് കൊടുക്കുക. ഇവിടെ ഉള്ള ബ്ലഡ് വെസൽസ്, ഇതിന്റെ ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിൽ നിന്ന് അഡീഷണൽ വേസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാ, ക്രിയാറ്റിൻ ഉണ്ട്, ഹൈഡ്രജൻ അയോൺസ്, അമോണിയ, പൊട്ടാസ്യം, എക്സ്ട്രാ പൊട്ടാസ്യം, ഇതെല്ലാം തിരിച്ച് ബ്ലഡിൽ നിന്ന് ട്യൂബുലർ സ്പേസിലോട്ട് തിരിച്ചു പിടിക്കും. അപ്പൊ ഇത് ഈ ട്യൂബുലർ സെൽസിൽ കൂടെ നടക്കുന്നുണ്ടാണ് ട്യൂബുലർ സെക്രീറ്റ്. ഈ സെൽസ് ഇതിനകത്തോട്ട് സെക്രീറ്റ് ചെയ്തിടുക. അതെ, ഈ ഇതിൽ കൂടി ഇങ്ങനെ പോകുന്ന ആ യൂറിൻ ഇതിൽ കൂടി ഇങ്ങനെ അങ്ങ് പോകുന്നതിനകത്തോട്ട്, അതുകൊണ്ട് ട്യൂബുലർ സെക്രീഷൻ എന്ന് പറയാം. അപ്പൊ ഫൈനലായിട്ടും ഒരു acidic solution is formed in the renal tubule and this is the final urine. ഫൈനൽ യൂറിൻ ആയിട്ട് ഫോം ചെയ്തിട്ട് 3 സ്റ്റേജ് കൊണ്ടാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. യൂറിൻ ഫോർമേഷൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം.
Urine formation takes place in 3 stages. First stage എന്ന് പറയുന്നത് glomerular filtration. അതിന് വേറൊരു പേരുണ്ട് ultrafiltration. And this glomerular filtration or ultrafiltration are taking place in the Bowman's capsule അല്ലെങ്കിൽ glomerulus. അതിനകത്തൊരു tuft of capillaries ഉണ്ട്, that is called glomerulus. When the blood flows through the glomerulus at a high pressure, most of the fluid part and some of the dissolved substances are filtered from the vessel into the space. And now inside the capsular space a filter is obtained, and this filtrate is obtained, and this filtrate is called glomerular filtrate. And this filtration is a non-selective pressure filtration. ഒരു തരത്തിലുള്ള സെലക്ഷൻ അവിടെ നടക്കുന്നില്ല, ഒള്ളി ഒരു പ്രഷർ കൂട്ടിക്കൊടുത്തു, അപ്പോൾ കുറെ സാധനങ്ങൾ വെളിയിലോട്ട് ചാടി. പക്ഷെ ആ അതിന്റെ കോമ്പോസിഷൻ ഈസ് സംവാട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ബ്ലഡ് പ്ലാസ്മ. പക്ഷെ അതിനകത്ത് ബ്ലഡ് സെൽസ് ഒന്നും വെളിപ്പോയില്ല, ബ്ലഡ് പ്ലാസ്മ പ്രോട്ടീൻസ് ഒന്നും വെളിപ്പോയില്ല. അതിനകത്ത് പക്ഷെ നമുക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാന്ന് വെച്ചാൽ ഷുഗറും അമിനോ ആസിഡ്സും കുറെ വൈറ്റമിൻസ്, ഇനോർഗാനിക് സോൾട്ട് എല്ലാം വെളിയിലോട്ട് പോയി. ആൻഡ് ദ ഫിൽട്രേറ്റ് ദസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് യൂറിൻ ഫോർമേഷൻ ഈസ് കോൾഡ് glomerular filtrate or primary urine, and the first stage is called glomerular filtration or ultrafiltration, and the fluid thus obtained is called glomerular filtrate or primary urine. And it contains കുറെ സാധനങ്ങളൊക്കെ പേര് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ എന്തോ പറയുന്ന ഇനി അടുത്ത ഇതിൽ കൂടി ഇങ്ങനെ കടന്നു പോവാം. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഫിൽട്രേറ്റില് ബോഡിക്ക് ആവശ്യമായ എസെൻഷ്യൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം തന്നെ വെളിയിൽ പോയേക്കുക, അങ്ങനെ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആസ് ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് passes through the renal tubule, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതിന്റെ അകത്ത് ഫിൽട്രേഷൻ സ്ലിറ്റ്സ് ഉണ്ട്. അതുപോലെ ആ ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് വെച്ചാൽ വെരി തിൻ ആൻഡ് പോറസ് ഒക്കെയാണ്. അപ്പൊ അതിൽ കൂടെ ലെസ് റെസിസ്റ്റൻസേ കറക്കുള്ളൂ. അത് അതിൽ കൂടെ ഇപ്പുറത്തോട്ട് പോരും. നിറച്ച് പോഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിൽ കൂടെ ഇതിങ്ങനെ ഇപ്പുറത്തോട്ട് അങ്ങ് പോരുക. ഇതിൽ കൂടെ ഇങ്ങനെ പോരാൻ പറ്റും. ഇവിടെ സ്ലിറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പോരും. അതിന് ആ സ്ലിറ്റിന് പറയുന്നത് തന്നെ ഫിൽട്രേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിൽട്രേഷൻ സ്ലിറ്റ് ആണ്. പിന്നെ സെൽസ് എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഫുഡ് സെൽസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഫിൽട്രേഷൻ സ്ലിറ്റുകൾ ഉണ്ട്, അതിൽ കൂടി ഇങ്ങോട്ട് പോരും. ആസ് ദ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് പാസസ് ത്രൂ ദ റീനൽ ട്യൂബ്യൂൾ, മോസ്റ്റ് ഓഫ് ദ constituents are reabsorbed. Most of the constituents എന്ന് പറയുന്നത് ഒരു 99% of the glomerular filtrate തിരിച്ചു പിടിക്കും. എന്നുവെച്ചാൽ ഇപ്പൊ എല്ലാം വെളിയിൽ പോയി, നമുക്ക് ആവശ്യമുള്ളത് പോയി. ആവശ്യമുള്ളതിന്റെ കൂട്ടത്തിൽ യൂറിയയും യൂറിക് ആസിഡും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ആവശ്യമുള്ള വെളിയിൽ പോയവരെ തിരിച്ചു പിടിക്കുന്ന സ്റ്റേജാണ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. ട്യൂബുലർ റീഅബ്സോർപ്ഷൻ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബിലും എല്ലാം നടക്കുക. ആവശ്യമുള്ളതൊക്കെ അതിൽ കൂടി ഇങ്ങനെ ട്യൂബിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ദീസ് ട്യൂബ്സ് ആർ സറൗണ്ടഡ് ബൈ കാപ്പിലറി സിസ്റ്റം. ഈ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഈ ട്യൂബിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഈ കപ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൂടെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുമ്പോൾ these tubules are the coiled അല്ലെങ്കിൽ loop of Henle അല്ലെങ്കിൽ distal convoluted എല്ലാം it is surrounded by capillary system ഉണ്ട്. ആ കാപ്പിലറീസിൽ എല്ലാം ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡ് ഈ പോകുന്ന ആളിനകത്തൊന്ന് ആവശ്യമുള്ളവരെ തിരിച്ചങ്ങ് പിടിക്കുക. അത് നടക്കുന്നത് ഒരു ട്യൂബ്യൂളിൽ കൂടെ ആയതുകൊണ്ട് തിരിച്ചു പിടിക്കുന്നത് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. എസെൻഷ്യൽ ആയിട്ടുള്ളവരെ എല്ലാവരെയും അങ്ങ് തിരിച്ചു പിടിക്കുക. certain substances are completely reabsorbed. അത് വെരി എസെൻഷ്യൽ ആയിട്ടുള്ള ഹൈ ത്രെഷോൾഡ് സബ്സ്റ്റൻസസ് ലൈക്ക് ഷുഗർ, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, ഇനോർഗാനിക് സോൾട്ട് അവരുടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡിലോട്ട് തിരിച്ച്. അത് തൊട്ടടുത്ത് തന്നെയുണ്ട് ബ്ലഡ്. ഇതിങ്ങനെ ട്യൂബ് ആണെങ്കിൽ ഈ ട്യൂബിന്റെ തൊട്ടടുത്തൂടെ ഇങ്ങനെ ബ്ലഡ് പോകും. അപ്പോഴത്തേക്ക് ആ ബ്ലഡിലോട്ട് അങ്ങോട്ട് ഡിഫ്യൂഷൻ വഴിയോ ഓസ്മോസിസ് വഴിയോ ഈ പോകുന്നവരിൽ നിന്ന് എസെൻഷ്യൽ സബ്സ്റ്റൻസിന് തൊട്ടപ്പുറത്തുള്ള ബ്ലഡിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കും.
ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിൽ തന്നെ ചിലരെ ഫുള്ളായിട്ട് റീഅബ്സോർബ് ചെയ്യും, ചിലരെ പാർഷ്യലായിട്ട്, ചിലത് വേണ്ടേ യൂറിക് ആസിഡ് നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളത് ലോ ത്രഷോൾഡ് സബ്സ്റ്റൻസസ്. അപ്പൊ ഇങ്ങനെ എല്ലാം പിടിച്ച് കുറെ പേരെയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒഴുകി പോകുന്നവരെ പറയുന്നത് സെക്കൻഡറി യൂറിൻ. സെക്കൻഡറി യൂറിൻ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ ട്യൂബിൽ കൂടെ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ട് വെളിയിൽ എന്താ ഉള്ള these tubules are surrounded by capillaries. എന്താ കാപ്പിലറീസിൽ എന്താ ഉള്ള ബ്ലഡ്, ആ ബ്ലഡില് ഈ യൂറിൻ നോക്കാൻ നേരത്തേക്കും അവരുടെ അത് പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഇരിക്കുന്നു. ആ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എക്സ്ട്രാ വേസ്റ്റ് മെറ്റീരിയൽ, ഇത്ര നേരം പോകാച്ച യൂറിക് ആസിഡും അല്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട് ആ ബ്ലഡില്. അവരെ തിരിച്ചു പിടിക്കുന്ന സ്റ്റേജ് ആണ് ദ ലാസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഇസ് ദ ട്യൂബുലർ സെക്രീഷൻ. ട്യൂബുലർ സെക്രീഷൻ എന്ന് വെച്ചാൽ ഇവിടെ ട്യൂബ്യൂളുള്ള സെൽസ് ആണ് ഇതിനകത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്തുന്നത്. ഈ ഇത് ട്യൂബ്യൂളുകൾ ഇങ്ങനെ യൂറിൻ പോയിക്കൊണ്ടിരിക്കുക. ഈ ട്യൂബ്യൂൾ ഉണ്ടാക്കിയേക്കുന്ന സെല്ലുകളാണ് ഇവിടുന്ന് ഇതിനകത്ത് സറൗണ്ടിങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഇത് പിടിച്ചിട്ട് ഇതിനകത്തോട്ട് കൊടുക്കും, ഈ യൂറിനകത്തോട്ട് മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കുക. അതെന്തൊക്കെയാണെന്നറിയാമോ? അമോണിയ ഉണ്ട്, അമോണിയ, ഹൈഡ്രജൻ അയോൺസ്, പിന്നെ ഹൈഡ്രജൻ അയോൺസ്, അമോണിയ, ക്രിയാറ്റിൻ, എക്സ്ട്രാ പൊട്ടാസ്യം, ഇവയൊക്കെ തിരിച്ച് പിടിക്കുകയാണ്. തിരിച്ച് ബ്ലഡിൽ നിന്ന് പിടിച്ചിട്ട് ബ്ലഡ് പ്യൂർ ആയിട്ട് വേണം നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ പ്യൂർ ബ്ലഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് ഈ പോകുന്ന യൂറിൻ നോക്കാൻ നേരത്തെ ഈ യൂറിനും കൊണ്ട് പോകുന്ന വെസലിലെ സെൽസ് ആർ കോൾഡ് ട്യൂബുലർ സെൽസ്. ആ ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ്, ആ സെൽസ് എക്സ്ട്രാ ആയിട്ട് ബ്ലഡിൽ പിന്നെയും ഇവരുടെ ജോലി എന്ന് പറയുന്നത് അതിൽ നിന്ന് എല്ലാവരെയും എടുത്ത് മാറ്റലാണ് ജോലി. അപ്പൊ അവർ ആ ട്യൂബുലർ സെൽസ് എക്സ്ട്രാ വേസ്റ്റ് മെറ്റീരിയൽസ് പ്രസന്റ് ഇൻ ദ ബ്ലഡ്, പ്രസന്റ് ഇൻ ദ കാപ്പിലറി സിസ്റ്റത്തിലുള്ള എക്സ്ട്രാ ഇതിനെ തിരിച്ച് പിടിച്ച് യൂറിനകത്ത് മിക്സ് ചെയ്ത് യൂറിനായിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അത് ലാസ്റ്റ് സ്റ്റേജ് ആണ്, ദാറ്റ് ഈസ് കോൾഡ് ട്യൂബുലർ സെക്രീഷൻ. ഈ സെൽസ് ഇതിനകത്തോട്ട് സെക്രീറ്റ് ചെയ്ത് കൊടുക്കും, ഈ വെളിയിൽ നിന്ന് പിടിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് ട്യൂബുലർ സെക്രീഷൻ. ഇതും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇതിനെ മാത്രമേ പിടിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഫൈനൽ യൂറിൻ ആയി കഴിഞ്ഞ് യൂറിൻ പോവാം ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പൊ അവർക്ക് ആവശ്യമുള്ളവരെ മാത്രം പിടിക്കാതെ പിന്നെയും പിന്നെ വേണ്ടവരെ കൂടി പിടിച്ചെടുത്താൽ പിന്നെ അത് ഇതാവും. അത് കാരണം വെരി സെലക്റ്റീവ് ആയിട്ടുള്ള ഇവർ രണ്ടുപേരും ഈ ട്യൂബുലർ റീഅബ്സോർപ്ഷനും ട്യൂബുലർ സെക്രീഷനും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫിൽട്രേഷൻ ആണ്. ഇതാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ നോൺ സെലക്റ്റീവ് ആണ്. ഇത് രണ്ടും സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് വെറുതെ ഒരു പ്രഷർ ഫിൽട്രേഷൻ മാത്രമാണ്. ഇവിടെ ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇവിടെ ഹൈലി സെലക്റ്റീവ് എന്ന് പറയുന്നത് വേണ്ടവരെ എല്ലാവരും തിരിച്ചു പിടിക്കില്ല, റീഅബ്സോർപ്ഷൻ ആണ് നടത്തുന്നത്. ഇത് റീഅബ്സോർപ്ഷൻ അല്ല, ബ്ലഡിലുള്ള എക്സ്ട്രാ വേസ്റ്റിനെ തിരിച്ച് യൂറിനിലോട്ട് മിക്സ് ചെയ്യുവാണ്. ആ എക്സ്ട്രാ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്, അമോണിയ, അങ്ങനത്തെ എക്സ്ട്രാ ആയിട്ടുള്ള അവരെ തിരിച്ചു പിടിച്ച് യൂറിനിൽ മിക്സ് ചെയ്ത് അങ്ങോട്ട് വിടും. അത് ഫൈനലായിട്ട് ഉണ്ടാകുന്ന ആസിഡിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ഫ്ലൂയിഡ് ഫോംഡ് ആഫ്റ്റർ സെലക്റ്റീവ് reabsorption and active tubular secretion കഴിഞ്ഞിട്ട് a concentrated acidic fluid is formed that is called urine. The first ഫ്ലൂയിഡിനെ പറയുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നോ അല്ലെങ്കിൽ primary urine. The second stage is secondary urine. This is the final urine. Final urine is acidic and it is concentrated and it is acidic and concentrated and it contains water and urea, uric acid അങ്ങനത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പാത്തോളജിക്കൽ കണ്ടീഷനിലാണ് അത് വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നോർമൽ യൂറിൻ എന്ന് പറയുന്നത് അതിനകത്ത് വാട്ടറും വേസ്റ്റ് മെറ്റീരിയൽസും മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്യൂബുലർ സെക്രീഷന് വേറൊരു പേരുണ്ട്, ഓഗ്മെന്റേഷൻ. The tubular secretion is also called augmentation. ആ ഓഗ്മെന്റേഷൻ വളരെ സെലക്റ്റീവ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? വെളിയിലുള്ള ബ്ലഡ്, ഈ ബ്ലഡ് pH എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7.3, 7.4 ഒക്കെ വരണം. ഏകദേശം ഒരു ന്യൂട്രൽ ഇതിലോട്ട് അത് അല്പമേ കൂടാവുള്ളൂ. അപ്പൊ ബ്ലഡ് ഇപ്പം ആസിഡിക് ആകുക എന്ന് പറയാൻ നേരത്ത് ബ്ലഡിനകത്ത് ഹൈഡ്രജൻ അയോൺസ് കൂടിപ്പോയി. അങ്ങനെ പാടില്ല. ബ്ലഡിനകത്ത് ഹൈഡ്രജൻ അയോൺസ് കൂടിപ്പോയാൽ ബ്ലഡ് ആസിഡിക് ആവും.
ബ്ലഡ് അങ്ങനെ അസിഡിക് ആകരുത്. അപ്പോഴത്തേക്കും ആ ബ്ലഡിൽ നിന്നുള്ള ഹൈഡ്രജൻ അയോൺസിനെ തിരിച്ച് ഈ ട്യൂബുലാർ സെൽസ് പിടിച്ചു, ബ്ലഡ് അസിഡിക് ആയി. അപ്പോൾ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ അയോൺസ് ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഇവർ ബ്ലഡ് അസിഡിക് ആയെങ്കിൽ ഇങ്ങോട്ട് പിടിക്കും. അതേപോലെ ബ്ലഡ് ഇപ്പം ആൽക്കലൈൻ ആയെന്ന് വെച്ചു. ബ്ലഡ് ആൽക്കലൈൻ ആയെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബൈകാർബണേറ്റോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ എന്തോ അവിടെ കൂടുതലൊന്ന് ക്ലോറൈഡ് അതിനെയൊക്കെ തിരിച്ചു പിടിക്കും. അപ്പം മെയിനായിട്ടും ബൈകാർബണേറ്റിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ നേരത്തെ അവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് കുറയും. അപ്പം അസിഡിക്കും ആൽക്കലൈൻ ഇതെല്ലാം ബ്ലഡിൻ്റെ pH കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ഫൈനൽ സ്റ്റേജിൽ ട്യൂബുലാർ സെക്രീഷൻ വഴി അപ്പുറത്തെ ബ്ലഡ് ഇങ്ങനെ ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുക. അപ്പൊ നോക്കാൻ നേരത്ത് ഈ യൂറിൻ ഇതിൽ കൂടെ പോകുന്നത് നിങ്ങൾ അസിഡിക്കായി, നിങ്ങളുടെ കയ്യിലുള്ള ഹൈഡ്രജൻ അയോൺസ് ഇങ്ങോട്ട് തരുവാണെങ്കിൽ നിങ്ങൾ നോർമലായി ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ അതുകൊണ്ട് പോകാന്ന് പറയും. അതുപോലെ ബ്ലഡ് ആൽക്കലൈൻ ആയി, അപ്പൊ നിങ്ങളുടെ ബൈകാർബണേറ്റ്സോ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ക്ലോറൈഡ് ഇതൊക്കെ ഇങ്ങോട്ട് തന്നായിട്ട് പേടിച്ചോണ്ട് അവർ പോകും. അപ്പോൾ ബ്ലഡിന്റെ pHും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ട്യൂബുലാർ സെക്രീഷൻ. അതേപോലെ തന്നെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ വളരെ സെലക്റ്റീവായിട്ട് തന്നെ നടത്തുകയാണ്. 3 സ്റ്റേജാണുള്ളത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഓർ അൾട്രാ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ഇതിവിടെ ഉണ്ടാകുന്നത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ഇവിടെ സെക്കൻഡറി യൂറിൻ, ഇവിടെ പ്രൈമറി യൂറിൻ, സെക്കൻഡറി യൂറിൻ, ഫൈനൽ യൂറിൻ. ഇവിടെ ആണെങ്കിൽ ക്രിയാറ്റിൻ, അമോണിയ, പിന്നെ പൊട്ടാസ്യം, പിന്നെ എന്തുവാ അമോണിയ, ഹൈഡ്രജൻ അയോൺസ് ഇവരെയൊക്കെയാണ് ഇവിടെ റീഅബ്സോർപ്ഷൻ വരുന്നത്. ഫൈനൽ യൂറിൻ ഉണ്ടാകും. ഫൈനൽ യൂറിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. മനസ്സിലായ? താങ്ക് യു.